ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉച്ച സമയം 2 മണിക്ക് കാണും. അപ്പൊ നമ്മള് പ്രിയർ വരെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അമ്മ, ചിക്കു, ഞാൻ. അപ്പോ ഞാൻ ആ ഒരു കുഞ്ഞ് ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എളുപ്പമല്ല കഴിച്ച് ചൂട്ടത്ത് പോവാൻ. പിന്നെ ഇപ്പൊ മോട്ട് ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടുണ്ട്. ഗിഫ്റ്റ് കല്യാണം അത്രേ ഉള്ളൂ. ചിക്കുന്റെ ലുക്ക് നോക്ക്, കുറച്ച് ബാക്കി നിൽക്കുവോ? ഇതാണ് ചിക്കുന്റെ ഔട്ട്ഫിറ്റ്. ചിക്കു റൗഡീനെ പോലെ ഉണ്ട് ഗൈസ് ഷർട്ട് കാണാൻ. അപ്പൊ ഗൈസ് ഈ ചൂടിനെ പറ്റി എന്താണ് ചിക്കുന് പറയാനുള്ളത്? എളുപ്പമല്ല ഗൈസ് ചൂടത്ത് പോകാൻ. സത്യം പറയാലോ, ഞാൻ വീട്ടിലാണെച്ചാൽ തന്നെ ഞാൻ പെയ്യപ്പിന്റെ ഒരു മെയിൻ ഡാവാണ് എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വേർത്തോണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇട്ടിട്ട് ഒരു ഉപയോഗമില്ല. കാരണം ഞാൻ ഈ കാണുന്ന കോലായിരിക്കില്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ. അപ്പൊ അതാണ് അവസ്ഥ. പിന്നെ കഴിച്ച് ഞാൻ മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൈക്ക് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണോ നല്ലതാണോ എന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ. ശരിക്കും വെച്ചൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടില് മാത്രം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാനിതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ കഴിച്ച് നിങ്ങളുടെ വിശേഷം എന്താണ് പറയൂ. വെക്കേഷൻ ആയിട്ട് എന്താണ് പരിപാടി? ട്രിപ്പൊക്കെ പോയോ? നമ്മളിപ്പോ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. നമ്മള് വീട്ടിൽ നിന്നുണ്ട്. പിന്നെ വിഷുകാരൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. നമ്മുടെ പാപ്പൻ എത്തിയിട്ടുണ്ടായിരുന്നു, വലിയപ്പാപ്പൻ. ഇപ്പൊ എനിക്ക് 2 പാപ്പന്മാരുള്ളതാണ്. അതിൽ വല്യപ്പാപ്പനാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ വലിയപ്പാപ്പൻ പോയി. വിഷുക്ക് അടിപൊളി ആയിരുന്നതുകൊണ്ട് പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് സെറ്റ് ആയിരുന്നു. അതിനിടയിൽ ഞാനൊന്ന് വീണു. കൊലപ്പടക്കം പൊട്ടിച്ചിട്ട് ഞാനൊന്ന് ഓടിയതാണ് ഗൈസ്. മൂട്ടൊക്കെ അങ്ങനെ നൈസായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കലാശക്കൂട്ടിന്റെ സമയത്തായതുകൊണ്ട് കുഴപ്പമില്ല. വേനൊന്നും നമുക്കൊന്നും വിഷയമല്ല. നമ്മൾ ഇതിനെക്കാട്ടും ചാടിക്കിടന്നവനാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വിഷയമല്ല. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഓട്ട മത്സരത്തിന് അതിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ഇഷ്ടംപോലെ നമ്മൾ ഓടിയിട്ട്. പക്ഷെ എപ്പോഴും വീണൊന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇതൊന്നും നമുക്കൊരു പുത്തിരിയല്ല. ഇപ്പം എൻ്റെ ഒരു ബാഗ് നന്നാക്കാൻ കൊടുക്കാൻ അധികം തവണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് കേടായപ്പോൾ അതൊന്ന് നമുക്ക് തൃപ്രയാർ അത് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോയിലാട്ടോ പോകണമെങ്കിൽ ഇപ്പം എല്ലാ ഗൈസ് ഉച്ച നേരം ആയതുകൊണ്ട് നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിയർത്തൊലിക്കും. എളുപ്പമല്ല. കാരണം ബസ്സിൽ ബസ്സാണ് സുഖം സത്യം പറഞ്ഞാൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേനും ഒരു വിധമായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോയിലാണ് പോകുന്നത്. ഷിക്കു അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും. ഭയങ്കര ഷൈ ആണ് ഗൈസ് വീഡിയോയിലൊക്കെ വരാൻ. മുന്നേ അവിടെ കടയിലിറക്കി അവിടെ ഒരു ബാഗ് ഞാനപ്പോൾ എൻ്റെ ബാഗ് കാര്യമൊക്കെ കൊടുത്തു. ആ ബാഗിന് നൈസായിട്ട് അതിൻ്റെ ഇങ്ങനെ ഹാങ് ചെയ്യണ സാധനമായിരുന്നു പൊട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാളിൽ കയറി സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി കറങ്ങി. അതിനുശേഷം ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേനും സെറ്റായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 20 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് അമ്മ ലൈമും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷെയ്ക്ക് വാനില, അവൾ പിന്നെ ചോക്ലേറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷേക്കും കാര്യമൊക്കെ കുടിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തൃപ്രയാർ വന്ന് ബസ് കയറി പിന്നെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉച്ച നേരമൊക്കെ പോയിട്ട് ഉച്ച തിരിയുന്നതോട് കൂടിയിട്ട് നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി.